ഹായ് ഹലോ, നമ്മളിന്നൊരു വാട്ടേറ്റിൻ്റെ ആണ് ചെയ്യുന്നത്. കൂടെ തന്നെ ചെറിയൊരു ട്രാവൽ ബ്ലോഗ് കൂടെയാണ് കേട്ടോ. നമ്മളിന്ന് നാഗർകോവിലേക്ക് ഒരു യാത്ര പോവുകയാണ്. നാഗർകോവിലൊരു ഹോസ്പിറ്റലിൽ ഞങ്ങളൊരു റിലേറ്റീവ് ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അപ്പം അമ്മയും കുഞ്ഞിനെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ രാവിലെ 8 മണിക്ക് തന്നെ ഞങ്ങൾ ഇറങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒടുക്കത്തെ വെയിലാണ്. അപ്പം വെയിലിന് മുമ്പേ പേഷ്യൻറ്റിനെ കണ്ടിട്ട് തിരിച്ചു വരാനുള്ള പ്ലാനാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ 8 മണിക്ക് മുമ്പേ ഇറങ്ങിയത്. പിന്നെ ഇറങ്ങിയപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിരുന്നില്ല. പിന്നെ നമ്മൾ കരിങ്കൽ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു ചെരുപ്പടയിൽ കയറി കേട്ടോ. അബിക്കുട്ടിന് ചെരുപ്പ് മേടിക്കാനാണ് കയറിയത്. അബിക്കുട്ടിൻ്റെ പഴയ ചെരുപ്പ് നാശമായിട്ട്, അപ്പോൾ അതുകൊണ്ട് ഒരു പുതിയ ചെരുപ്പ് മേടിക്കാനാണ് കയറിയത്. ഇതാണ് അബിക്കുട്ടിന് മേടിച്ച ചെരുപ്പ്. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി. അപ്പവും മുട്ടക്കറിയാണ് ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ. അപ്പവും കൊള്ളായിരുന്നു, മുട്ടക്കറി നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ സൈഷേട്ടൻ പൊറോട്ടയും മേടിച്ചു, കുരുമുളക് ഇട്ട് വെച്ച ഓംപ്ലേറ്റും കഴിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് നേരെ പോയത് ഞങ്ങളൊരു പെട്രോൾ പമ്പിലേക്കാണ്. പെട്രോൾ പമ്പിൽ ചെന്നിട്ട് എണ്ണ അടിച്ചതിന് ശേഷം വീണ്ടും അവിടെ നിന്നും യാത്രയായി. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ നല്ല അടിപൊളി സ്ഥലങ്ങളായിരുന്നു കാണാൻ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു. നല്ല ദൂരമാണ് നമ്മുടെ വീട്ടിൽ നിന്ന് നാഗർകോവിലേക്ക്. ഞങ്ങൾ ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോൾ മുന്നേ പോയിട്ടുണ്ട്. ഞാൻ 2-3 പ്രാവശ്യം ഇങ്ങനെ പോയിട്ടുണ്ട് നാഗർകോവിലേക്ക്. അപ്പോൾ പോകുമ്പോഴെല്ലാം പോകുന്ന വഴിക്കൊരു മലയുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ദൂരെ നിന്നിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും ആ മല കാണാൻ. എനിക്ക് അതിൻ്റെ അടുത്തൊക്കെ പോകണമെന്നുണ്ട്. ഒരു ദിവസം സമയം കിട്ടുമ്പോൾ ആ മലയുടെ അടുത്തേക്ക് പോകണം നല്ല ആഗ്രഹമുണ്ട്. ഞാൻ സൈഷേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഒരു ബ്ലോഗ് ചെയ്യാനായിട്ട് നമുക്ക് ആ മലയുടെ അടുത്തേക്ക് പോകണമെന്ന്. അത് ആ മല ഒരുപാട് ദൂരം നമുക്ക് കാണാൻ പറ്റും. റോഡിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ തന്നെ ആ മല കാണാൻ പറ്റും. നിറയെ മലകളുണ്ട്. പിന്നെ പോകുന്ന വഴിക്കൊക്കെ നല്ല നല്ല കച്ചവടങ്ങളും കടകളും എല്ലാം കണ്ട് നല്ലവണ്ണം ആസ്വദിച്ച് പോയി. പിന്നെ തെങ്ങുതോപ്പുകൾ, പാലം ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ നല്ല യാത്രയായിരുന്നു. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ അടുത്തെത്തി. ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഒരു ഫ്രൂട്ട്സ് കടയിൽ കയറിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് പേഷ്യൻറ്റിന് വേണ്ടി മേടിച്ചു. അത് കഴിഞ്ഞ് അബിക്കുട്ടിന് വെള്ളം തായ്ക്കുന്നു പറഞ്ഞു. അബിക്കുട്ടിന് അങ്ങനെ ഒരു ഫ്രൂട്ടി മേടിച്ചു കൊടുത്തു. പിന്നെ ഞങ്ങൾ സ്ലോയിൽ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അത്ര തിട്ടല്ല ഹോസ്പിറ്റലിൽ. ലാസ്റ്റ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കണ്ടുപിടിച്ചു. പിന്നെ ഹോസ്പിറ്റലിലേക്ക് കയറി കേട്ടോ. അപ്പോൾ CSI മിഷൻ ഹോസ്പിറ്റൽ എന്നാണ് ഹോസ്പിറ്റലിൻ്റെ പേര്. പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അങ്ങനെ ഞങ്ങൾ പേഷ്യൻറ്റിനെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതിനടുത്ത് തന്നെ നാഗർകോവിലിൽ തന്നെ നല്ല ബീഫ് കെട്ടുന്ന കടയുണ്ടെന്ന് പറഞ്ഞു. ഈ ബീഫ് കടയിൽ നമുക്ക് നല്ല ലാഭത്തിന് ബീഫ് മേടിക്കാൻ പറ്റും. അത് സൈഷേട്ടൻ പറഞ്ഞു നാഗർകോവിലിൽ ബീഫിനൊക്കെ വില കുറവാണെന്ന്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ കയറിയിട്ട് 2 കിലോ ബീഫ് മേടിച്ചിട്ട് 2 ദിവസത്തേക്ക് എടുക്കാൻ വേണ്ടി 2 കിലോ ബീഫ് മേടിച്ച് അവിടെ നിന്ന് യാത്രയായിട്ട് വേറൊരു ബേക്കറി കടയിൽ കയറി. അവിടെ നിന്ന് അബിക്കുട്ടിന് അമൂലിൻ്റെ ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. പിന്നെ ഞങ്ങൾ ലെമൺ ജ്യൂസ് മേടിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് ഷാർജ ഓർഡർ ചെയ്തു. മുകളിൽ നല്ല ബൂസ്റ്റൊക്കെ തൂവിയ നല്ല ടേസ്റ്റുള്ള ഷാർജയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അതിന് തൊട്ട് ഫ്രണ്ടിൽ നല്ല ഭംഗിയുള്ളൊരു കോവിലുണ്ട്. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ ബൈക്കിൽ നിന്ന് തന്നെയാണ് ബാലൻസ് ഐസ്ക്രീം അബിക്കുട്ടൻ കഴിച്ചു തീർത്തത്. പിന്നെ വീടിനടുത്തെത്തി തുലാട്ടുള്ള എന്നൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഒരു കടയിൽ കയറിയിട്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ മേടിച്ചു. വീട്ടിൽ വന്ന് ഒരു കഷ്ണം നമ്മൾ വാട്ടർമെലൺ കഴിച്ചു. അപ്പോഴേക്കും 12 മണിയായിരുന്നു. അപ്പം നമ്മൾ വേഗം പോയി കുളിച്ച് ഞാനും അബിക്കുട്ടനും സൈഷനും കുളിച്ചിട്ട് ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ഫംഗ്ഷനാണ്. അപ്പോൾ 1 മണി കഴിഞ്ഞിട്ട് പോയാൽ മതി ആ ഫംഗ്ഷന്. അപ്പം ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടുകാരാണ് ഷൈനി ഉണ്ട്. പിന്നെ ഞങ്ങളെ അമ്മയുണ്ട്, സൈഷൻ്റെ അമ്മയുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ആ ഫംഗ്ഷന് പോവുകയാണ്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ചെറിയൊരു ഫംഗ്ഷനാണ്. അവിടെ ഉച്ചയ്ക്ക് ചോറായിരുന്നു. നല്ല നാടൻ ചിക്കൻ കറി കൂട്ടിയിട്ടുള്ള നല്ല സദ്യയായിരുന്നു. അപ്പം നമ്മൾ ചോറ് കഴിച്ചപ്പോൾ 2 മണിയൊക്കെ ആയി. പായസം ബ്രഹ്മസല്യായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് നല്ലൊരു ഉറക്കം ഇറങ്ങി. ഒരു 5 മണിയൊക്കെ ആയപ്പോൾ സൈഷേട്ടൻ വിളിച്ചിട്ട് നമ്മൾ മേടിച്ചോണ്ടെന്ന് ബീഫ് കറി വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ സൈഷേട്ടനാണ് കറി വെച്ച് ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. സൈഷേട്ടൻ പിന്നെ കടയിൽ പോയി പൊറോട്ട മേടിച്ചോണ്ട് രാത്രി ഞങ്ങൾ പൊറോട്ടയും ബീഫ് കറിയും കൂട്ടി കഴിച്ചിട്ട് വേഗം പോയി കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ടാറ്റാ.